ഞാനൊരു കാടിന്റെ കഥ പറയാം. തീരെ ചെറിയ പ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട അരിക്കൊമ്പൻ പിന്നീട് ഒരു റിബലായി മാറുന്നതാണ് ഈ മേഖലയിലുള്ള എല്ലാവരും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇത് സംസാരിക്കുമ്പോഴും പലരും പറയും ഇതൊക്കെ വെറുതെ ഒരു ആനക്കഥയാണ്, വെറുതെ കെട്ടുകഥയാണെന്ന് പറയും. ഇത് കെട്ടുകഥ അല്ല, കഥയൊന്നുമല്ല. ഇത് കെട്ടുകഥയല്ല, അനുഭവത്തിലുള്ള കഥയാണ്. ചിന്നക്കനാലിന്റെ കരിമ്പാറയെ അങ്ങനെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എത്രയോ തവണ ഇടിച്ച് കയറ്റാൻ നോക്കി, നടക്കുന്നില്ല. പുറകിൽ നിന്നുള്ള താപ്പാനയേക്കാൾ പവർഫുള്ളാണ് അരിക്കൊമ്പൻ. കരുത്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇത്രയും ശക്തരായ 4 കുങ്കിയാനകൾ നിൽക്കുമ്പോഴും ആ കൂട്ടത്തിൽ ഒരു തലയെടുപ്പോട് കൂടി തന്നെ അരിക്കൊമ്പൻ ഇപ്പോഴും നിൽക്കുകയും ഈ ആനകളുടെ ഈ ഒരു ആക്രമണത്തെ വല്ലാത്ത രീതിയിൽ, കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അരിക്കൊമ്പനെ കയറ്റുമ്പോൾ പ്രകൃതി പോലും അരിക്കൊമ്പനൊപ്പം നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും മറികടന്നുകൊണ്ടാണ് വനംവകുപ്പ് ഈ ദൌത്യ സംഘം ഇങ്ങനെ ഒരു ദൌത്യം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. നാളെ അങ്ങോട്ട് തിരിച്ചു വരും.